കൊടും ചൂടാണ്. നല്ല ജാഗ്രത വേണ്ടുന്ന സമയമാണ്. സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടും, താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. പലയിടങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്ത് വരെ താപനില എത്തി നിൽപ്പുണ്ട്. അതായത് സാധാരണയേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് മുതൽ 2.6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ നമുക്ക് ഓരോ ഇടങ്ങളിലെയും കണക്കൊന്ന് പരിശോധിച്ചു പോകാം. ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ ദിവസവും പാലക്കാട് തന്നെയായിരുന്നു. പാലക്കാട് ഉള്ള താപനില അത് 39.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സാധാരണയേക്കാൾ 2.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് അനുഭവപ്പെട്ട താപനില. തൊട്ട് പിറകെ പുനലൂർ തന്നെയാണ്. പുനലൂരിൽ 37.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. സാധാരണയേക്കാൾ പാലക്കാട് പറഞ്ഞതുപോലെ തന്നെ 2.5 ഡിഗ്രി സെൽഷ്യസ് സാധാരണയേക്കാൾ ഉയർന്ന ചൂടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി ഓരോ ഇടങ്ങളിലെയും മറ്റിടങ്ങളിലെയും കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. അടുത്തത് കണ്ണൂരാണ്. കണ്ണൂരിൽ 37.2 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെ നോക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ്. കോഴിക്കോട് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കോട്ടയത്ത് 36.5 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം ഉയർന്ന താപനില എന്നത്. വെള്ളാനിക്കരയിലാണെങ്കിൽ 36.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഉള്ളത് അത് സിയാലാണ്, കൊച്ചി സിയാലാണ്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം അവിടെ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ പരിശോധിച്ച് പോവുകയാണെങ്കിൽ ഉയർന്ന താപനിലയാണ്. തിരുവനന്തപുരം നഗരം നോക്കുകയാണെങ്കിൽ 35.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ. ഓർക്കുക, ചൂട് ഇനിയും കൂടും. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്കറിയാം, അതെല്ലാം കൃത്യമായി തന്നെ പാലിക്കണം. മറ്റൊരു കാര്യം കൂടി, പല വ്യാജ പ്രചരണങ്ങളും ഉണ്ടാകും, അതിൽ വീഴരുത്.